ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കണം. ധ്വജപ്രണാമം എന്നുള്ള വാക്ക് ഒഴിവാക്കണം. സംഘം കാവലുണ്ട് എന്ന് പറയുന്ന ആ വാക്ക് ഒഴിവാക്കണം. ഹാലി എന്ന് പറയുന്ന സൈനികത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ കടുംവെട്ട് എന്നാണ് പത്രമാധ്യമങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ആലോചിച്ച് പോകുക, ഈ ഹാല് എന്നുള്ളത് നിങ്ങൾ വല്ല ഹലാൽ എന്ന് കൊടുത്തിട്ടില്ലല്ലോ. കാരണം അതും കൂടി ഉണ്ടെങ്കിൽ ആ സിനിമനെ പോലും നിരോധിച്ചിരുന്നു. കാരണം ആ കോലത്തിൽ കാര്യങ്ങൾ പോണത് ആലോചിച്ച് നോക്കൂ. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കോൽക്കളി, ഫലസ്തീനുമായി ബന്ധപ്പെട്ടൊരു കോൽക്കളി നടത്തിയ സ്റ്റേജ് കർട്ടനിട്ടുകൊണ്ട് ഒരു അധ്യാപകന്റെ പ്രതികരണം കണ്ടു. അതേപോലെ തന്നെ മൈമ് അവതരിപ്പിച്ചപ്പോൾ, ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള മൈമ് അവതരിപ്പിച്ചപ്പോൾ അവിടെ വന്നിട്ടൊരു അധ്യാപകൻ കർട്ടനിട്ടുകൊണ്ട് അത് തടസ്സപ്പെടുത്തുന്നത് കണ്ടു. അതേപോലെ തന്നെ വള്ളംകളി നടക്കുന്നിടത്ത് ഫലസ്തീനിന്റെ പതാക ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിവാദം വേറെ ഉണ്ടായത് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ എവിടെ ഇതൊക്കെ സംഭവിക്കണമെന്നറിയോ? ഇവിടെ പിണറായി സർക്കാർ ഭരിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിന്റെ മണ്ണിലാണ് ഇങ്ങനെയുള്ള ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിലുള്ളൊരു വാർത്ത, പലരും പറയും ഇത് സിനിമന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടതാണ്, അത് പൂർണ്ണമായി വിശ്വസിക്കണ്ട എന്നുള്ളതൊക്കെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ഇത് പ്രൊമോഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ശരി, ഇനി വല്ല അജണ്ടയുടെ ഭാഗമായിട്ടാണെങ്കിലും ശരി, നമ്മൾ സംസാരിക്കുന്നത് വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ഈ ഹാലി എന്ന് പറയുന്ന സിനിമയ്ക്ക് കടുംവെട്ട് വെട്ടാൻ ഒരു കാരണം പറയുന്നത് ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗമുണ്ട് എന്നാ. അപ്പൊ അണിയറ പ്രവർത്തകര് പറയുന്നുണ്ട്, ഈ വാർത്ത വായിച്ചപ്പോ അത് ബീഫ് ബിരിയാണി അല്ല, ആട് ബിരിയാണിയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ കുറച്ച് കാലം മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. നമ്മളെ മലയാള മാധ്യമങ്ങളും മറ്റുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു അത്. അതായത് ബീഫ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന വയോവൃദ്ധനായ ഒരു വ്യക്തിയെ അടിച്ചു കൊന്ന വാർത്ത നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. നോക്കൂ, അത് ഉത്തരേന്ത്യൻ സംസ്ഥാനത്തല്ലേ എന്ന് പറഞ്ഞു നിന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബീഫ് കഴിക്കുന്ന രംഗം പോലും സിനിമയിൽ ഉണ്ടാവരുത് എന്ന് പറയുന്ന സെൻസർ ബോർഡിന്റെ ആ മനോവികാരം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ എന്താണ് അതിനൊരു മറുപടി കിട്ടുക? ഞാനിത് കടുംവെട്ട് വെട്ടി ബീഫ് കഴിക്കുന്നത്, ആ ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച എന്താണെന്ന് അറിയാം, ഉടനെ തന്നെ DYFIയുടെ നേതൃത്വത്തിൽ പണ്ട് പോർക്ക് ഫെസ്റ്റിവൽ നടത്തിയതുപോലെ ഒരു ബീഫ് ഫെസ്റ്റിവൽ ഈ പറയുന്ന സെൻസർ ബോർഡ് ആസ്ഥാനത്ത് പോയിട്ട് നടത്തുമെന്നുള്ളതൊക്കെ പ്രതീക്ഷിച്ചു. ചിലപ്പോൾ അങ്ങനെ നടത്തിയാൽ അങ്ങനത്തെ ഒരു സാഹചര്യം ആവൂലല്ലോ ഇപ്പോൾ. കാരണം വെള്ളാപ്പള്ളി നടേശനൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു വലിയ വേവലാതിയുടെ അടിസ്ഥാനത്തിൽ അതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വലിയ സമരത്തിൽ ഏർപ്പെടുന്ന, ആവിഷ്കാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയാൽ അതിനെതിരെ രംഗത്ത് വരുന്ന DYFIയെയും SFIയെയും CPMനെയും ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഭരണം നടക്കുന്ന ആ സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെ ഒന്നും കാണുന്നില്ല എന്നുള്ള ഖേദകരമായ ഒരു അവസ്ഥ കൂടി ഈ ഒരു വിഷയത്തിലുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഫ് കഴിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പശുവിന്റെ പേരിലുമൊക്കെ ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടക്കുന്ന വാർത്ത കാണുന്ന ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ബീഫ് കഴിക്കുന്ന രംഗം പോലും സിനിമയിൽ നിന്ന് വെട്ടി മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, ആ വെറുപ്പിന്റെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ആ കാറ്റ് കേരളത്തിലൂടെ ഈ രീതിയിലൊക്കെ അലയടിക്കുന്നുണ്ട്, വട്ടമിട്ടിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഏതായാലും ഭരിക്കുന്ന പാർട്ടിയോട് പറയാനുള്ളത്, ആർക്കാണ് സെൻസർ ബോർഡിൽ ബീഫ് ബിരിയാണി കഴിച്ചാൽ ആ രംഗം കണ്ടാൽ വിറളി പിടിക്കുന്നത് എന്നൊന്ന് ചെറിയൊരു അന്വേഷണം കൂടി നിങ്ങൾ നടത്തുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.